പേര് പുതിയ നിയമത്തിലില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പല സ്ഥാനങ്ങളിലുമുണ്ട്. നീറോയുടെ ഭരണം ആദിമസഭയ്ക്ക് വളരെയധികം ദോഷം ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ കൈസറെ അഭയം ചൊല്ലുകയും റോമൻ കാരാഗൃഹത്തിൽ വിസ്താരവും പ്രതീക്ഷിച്ച് 2 വർഷം കഴിയുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തികൾ 25 അധ്യായം 10 മുതൽ 12 വരെ, അപ്പോസ്തലപ്രവൃത്തികൾ 28 അധ്യായം 30 വാക്യം. ജൂലിയസ് സീസറിന്റെ പാരമ്പര്യത്തിൽ ഒടുവിലത്തെ കൈസറായിരുന്നു നീറോ ക്ലൗദിയോസ് കൈസർ. AD 37 ജനനം. പിതാവ് റോമൻ സൈന്യാധിപനായ അഹനോ ബാർബസും മാതാവ് കലിഗുളയുടെ സഹോദരി അഗ്രിപ്പിനായും ആയിരുന്നു. നീറോയുടെ 12-ാം വയസ്സിൽ അഗ്രിപ്പിന ക്ലൗദ്യോസിനെ വിവാഹം കഴിച്ചു. അദ്ദേഹം നീറോയെ ദത്തുപുത്രനായി സ്വീകരിച്ച് നീറോ ക്ലൗദ്യോസ് കൈസർ ജർമാനിക്കസ് എന്ന പേര് നൽകി. സെനറ്റിന്റെ അനുവാദത്തോടുകൂടി തൻ്റെ പുത്രിയായ ഒക്ടേവിയയെ നീറോയ്ക്ക് ഭാര്യയായി കൊടുത്തു. ക്ലൗദ്യോസിന്റെ മരണശേഷം AD 54 നീറോ ചക്രവർത്തിയായി. നീറോയുടെ സ്വകാര്യ ജീവിതം വിഷയാസക്തമായിരുന്നു. എന്നാൽ സെനക്ക എന്ന തത്വചിന്തകന്റെയും ബുറൂസ് എന്ന സൈന്യാധിപന്റെയും നിയന്ത്രണത്തിൽ 5 വർഷത്തോളം ഭരണം സംശുദ്ധമായിരുന്നു. ക്ലൗദ്യോസിന്റെ പുത്രനും അവകാശിയുമായ ബ്രിട്ടാനിക്കയെ 55 വധിച്ചു. കാമുകിയായ പോപ്പേയയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി AD 59 സ്വന്തം മാതാവിനെ വധിച്ചു. തുടർന്ന് ഒക്ടേവിയയുമായുള്ള ബന്ധം വിടർത്തി പോപ്പേയെ വിവാഹം കഴിച്ചു. AD 64 ജൂലൈ 19 റോമിൽ ഭയങ്കരമായ അഗ്നിബാധയുണ്ടായി. നഗരത്തിൻ്റെ 4/1 നശിച്ചു. ഈ ദുരന്തത്തിന് ശേഷം അധോലോക ദേവതകൾക്ക് പൂജ നടത്തുകയും എല്ലാ ദേവന്മാർക്കും ബലിയർപ്പിക്കുകയും ചെയ്തു. ഒരുയർന്ന ഗോപുരത്തിലിരുന്ന് അഗ്നി കത്തിക്കാളുന്നത് കണ്ട് രസിച്ച് നീറോ വീണ മീട്ടിക്കൊണ്ടിരുന്നതായി പറയപ്പെടുന്നു. ഈ കാര്യം എത്രത്തോളം വാസ്തവമായിരുന്നുവെന്ന് അറിയുവാൻ നിവൃത്തിയുമില്ല. മന്ദിര നിർമ്മാണത്തിന് സ്ഥലം ലഭിക്കുവാൻ വേണ്ടി നീറോ തന്നെയാണ് അഗ്നിബാധയ്ക്ക് കാരണമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുറ്റം ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തി ക്രിസ്ത്യാനികളെ വളരെയധികം പീഡിപ്പിച്ചു. ക്രൂരവും അസാധാരണവുമായ വിധത്തിലാണ് ക്രിസ്ത്യാനികളെ ദണ്ഡിപ്പിച്ചത്. ചിലരെ മൃഗങ്ങളുടെ തോലുടുപ്പിച്ച് പട്ടികളെ കൊണ്ട് ആക്രമിപ്പിച്ചു. ചിലരെ ക്രൂശിക്കുകയും നീറോയുടെ ഉദ്യാനങ്ങളിൽ ദീപാലങ്കാരം പോലെ കത്തിക്കുകയും ചെയ്തു. നീറോയുടെ സ്വഭാവമാറ്റം കണ്ട് സെനക്ക നീറോയെ ഉപദേശിക്കുകയുണ്ടായി. ഒടുവിൽ സെനക്കയെയും നീറോ വധിച്ചു. ഗർഭിണിയായിരുന്ന പോപ്പേയെ ചവിട്ടിക്കൊന്നു. തൻ്റെ വിവാഹാഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് ദത്ത് സഹോദരിയായ അന്തോണിയായെ വധിക്കുവാൻ കൽപ്പിച്ചു. അനന്തരം സ്റ്റാറ്റിലിയ മെസാലിനിയെ വിവാഹം ചെയ്തു. അവളുടെ ഭർത്താവിനെ വധിച്ചു. അവസാന കാലത്ത് നല്ല പൗരന്മാരിൽ പലരെയും നീറോ കൊന്നു. 68 ഗാളിലും സ്പെയിനിലും ആഫ്രിക്കയിലും കലാപമുണ്ടായി. കൊട്ടാരത്തിലെ സൈന്യവും നീറോയ്ക്കെതിരെ തിരിഞ്ഞു. സെനറ്റ് നീറോയ്ക്ക് വധശിക്ഷ വിധിച്ചു. റോമിൽ നിന്നും പലായനം ചെയ്യേണ്ട ദുസ്ഥിതി വന്നു. AD 68 ജൂൺ 9 നീറോ ആത്മഹത്യ ചെയ്തു. നീറോ മരിച്ചിട്ടില്ലെന്നും അയാൾ മടങ്ങിവരുമെന്നും പലരും വിശ്വസിച്ചിരുന്നു. AD 69 ആസിയയിലും അഖായയിലും ഒരു വ്യാജ നീറോ എഴുന്നേറ്റു. പക്ഷേ അവൻ വധിക്കപ്പെട്ടു. ഇതുപോലെ പല സംഭവങ്ങളുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിലെ മൃഗം നീറോ ആണെന്ന് കരുതുന്നവരുണ്ട്. വരാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ നീറോയിൽ ദർശിക്കുന്നവരും കുറവല്ല. നീറോയുടെ ഭാര്യ പോപ്പേയ യഹൂദമതത്തിൽ തൽപരയായിരുന്നു. ജോസിഫസ് അങ്ങനെ പറയുന്നുണ്ട്. അതിനാലാണ് യഹൂദന്മാരിൽ ഏറെ ക്രിസ്ത്യാനികളെ നീറോ ഉപദ്രവിച്ചത്. അപ്പോസ്തലന്മാരായ പത്രോസും പൗലോസും റോമിൽ വെച്ച് നീറോയാൽ വധിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു.